നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. തങ്ങളുടെ മകന്റെ സംസ്കാര ചടങ്ങുകൾ ഫേസ്ബുക്ക് ലൈവിലൂടെ കാണേണ്ടി വന്ന ഈ കുടുംബത്തിന്റെ വേദന ഇതുവരെ മാഞ്ഞിട്ടില്ല. എന്നാണ് ഇത് അവസാനിക്കുന്നതെന്നും അറിയത്തുമില്ല. ഏവരെയും നൊമ്പരപ്പെടുത്തി ഷാർജയിൽ കഴിഞ്ഞ ദിവസം മരിച്ച പത്തനംതിട്ട മലശ്ശേരി ചാമക്കാലവിളയിൽ ജുവൽ ജി ജോമയുടെ മാതാപിതാക്കളാണ് നാട്ടിൽ നടന്ന മകന്റെ സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ സാധിക്കാതെ ഫേസ്ബുക്കിലൂടെ കാണേണ്ടി വന്ന ഹതഭാഗ്യരായ മാതാപിതാക്കൾ. ജുവലിന്റെ പിതാവ് ജോമെ ജോർജ്, മാതാവായ ജെൻസിൽ, സഹോദരങ്ങളായ ജോഹൻ, ജൂലിയൻ തുടങ്ങിയവർ കൊറോണ കാരണം വിമാന സർവീസ് ഇല്ലാത്തതിനാൽ നാട്ടിൽ പോകാൻ കഴിയാതെ ഷാർജ മുഹൈസീനിലെ തങ്ങളുടെ വീട്ടിൽ കണ്ണീരോടെ സംസ്കാര ചടങ്ങുകൾ കാണേണ്ടി വന്നത്. ഷാർജ സെന്റ് മേരീസ് സുനേറോ പാത്രിയാർക്കൽ ദേവാലയത്തിൽ നിന്ന് വൈദികനെത്തി ശുശ്രൂഷകൾ നടത്തിയെന്ന ആശ്വാസം മാത്രമാണ് ഇവർക്ക് ആകെ ഉണ്ടായിരുന്നത്. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിഞ്ഞിരുന്ന ജുവൽ അമേരിക്കൻ ആശുപത്രിയിലാണ് മരിച്ചത്. ആ മരണത്തിനും ഒപ്പം ജനനത്തിനും ഏറെ പ്രത്യേകതകളും ഉണ്ടായിരുന്നു. 2004 ഈസ്റ്റർ ദിനത്തിൽ ജനിച്ച ജുവൽ ഇക്കഴിഞ്ഞ ദുഃഖ വെള്ളിയാഴ്ചയാണ് മരിച്ചത്. ജെയിംസ് മില്ലേനിയം സ്കൂൾ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്ന ജുവൽ 7 വർഷം മുമ്പ് ഇടത് കാലിന് ക്യാൻസർ ബാധിക്കുകയായിരുന്നു. തുടർന്ന് ചികിത്സയും സർജറിയും എല്ലാം നടത്തി 5 വർഷം മുമ്പ് രോഗം ഭേദമായിരുന്നു. എന്നാൽ വീണ്ടും വലതുകാലിൽ ക്യാൻസർ ബാധിക്കുകയും ചെയ്തു. അങ്ങനെ 17 ശസ്ത്രക്രിയകൾക്ക് വിധേയനായെങ്കിലും കഴിഞ്ഞ ദിവസം മരണം കീഴടക്കുകയായിരുന്നു. വീൽ ചെയറിലും ഊന്നുവടികളും ഉപയോഗിച്ചാണ് ജുവൽ യാത്ര ചെയ്തിരുന്നത് പോലും. തികഞ്ഞ വിശ്വാസിയായിരുന്നു ജുവൽ. എന്നാൽ ഏറെ പ്രിയങ്കരനായിരുന്ന ജുവൽ തന്റെ ജന്മദിനത്തിന് ഒരു ദിനം കൂടി ബാക്കി നിൽക്കെ എല്ലാവരെയും ദുഃഖത്തിലാഴ്ത്തി യാത്രയിലാകുകയായിരുന്നു. വീട്ടിലെ ചടങ്ങുകൾക്ക് ശേഷം കോന്നി വാഴമുട്ടം കിഴക്ക് മാർ ഇഗ്നാത്യോ സുറിയാനി യാക്കോബായ ദേവാലയത്തിലായിരുന്നു സംസ്കാരം നടന്നത്. ജുവലിന്റെ വല്യപ്പച്ചന്മാരും അമ്മച്ചിയുമാണ് അന്ത്യയാത്ര നൽകിയത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.